ഹായ്. ഡോൺ പാൽത്തറയുടെ ഡയറക്ഷനിൽ 2023 പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു മലയാളം ഡ്രാമ സിനിമയായിരുന്നു ഫാമിലി എന്നുള്ളത്. ഈ ഒരു സിനിമ ഇപ്പോൾ മനോരമ മാക്സ് വഴി OTT റിലീസ് നടത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് കാണാനും സാധിച്ചിട്ടുണ്ടായിരുന്നത്. സിനിമയ്ക്കുള്ളിൽ വിനയ് ഫോർട്ട്, അതുപോലെ തന്നെ ദിവ്യപ്രഭ, മാത്യു തോമസ് തുടങ്ങിയവരൊക്കെയാണ് കേന്ദ്ര കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ചിത്രം എങ്ങനെയുണ്ടെന്ന് നോക്കാം. സിനിമയുടെ ഒരു കഥ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ചിത്രത്തിലെ നായകൻ്റെ പേര് എന്നുള്ളത് സോണി എന്നുള്ളതാണ്. ആളെ സംബന്ധിച്ചിടത്തോളം ഒരു ഉപകാരിയായിട്ടുള്ള, അല്ലെങ്കിൽ നാടിനും വീടിനും ഒക്കെ തന്നെ ഉപകാരിയായിട്ടുള്ള ഒരു ക്രിസ്ത്യൻ യുവാവാന്ന് പറയാൻ സാധിക്കും. എന്തായാലും പ്രേക്ഷകരിലേക്ക് ആ ഒരു കഥാപാത്രത്തെ കാണിച്ചു തരുമ്പോഴത്തേക്കും ഇത്തരത്തിൽ ഒരു ഉപകാരിയാണ് എന്നതിലുപരിയായിട്ട് അദ്ദേഹത്തിനുള്ളിൽ എന്തൊക്കെയോ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളതായിട്ട് കാണിച്ചു തരും, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ തോന്നും. അപ്പം അതൊക്കെയാണ് സിനിമയുടെ ഒരു പ്രമേയം എന്ന് പറയാൻ സാധിക്കും. ഈ സിനിമയെ പറ്റി പറയുമ്പോഴത്തേക്കും ആദ്യമേ പറയേണ്ടത് ഇതിൻ്റെ കാസ്റ്റിംഗ് എന്നുള്ളൊരു കാര്യം തന്നെയാണ്. ഈ സിനിമ ബേസിക്കലി ഇതൊരു റിയലിസ്റ്റിക് ഫിലിമാണ്. അത് കാണിക്കുന്ന കാഴ്ചകളാകട്ടെ, അല്ലെങ്കിൽ കഥാപരിസരങ്ങളാകട്ടെ, ഇതൊക്കെ തന്നെ പക്കാ റിയലിസ്റ്റിക് ആണ്. ഇത് ഏറ്റവും കൂടുതൽ പ്രേക്ഷകരിലേക്ക് ആ ഒരു റിയലിസ്റ്റിക് കഥാപരിസരത്തെ ഇൻറ്റൻസീവായിട്ട് എത്തിച്ചിട്ടുണ്ടായിരുന്നത് അഭിനേതാക്കൾ തന്നെയായിരുന്നു എന്ന് പറയാൻ സാധിക്കും. തീർച്ചയായിട്ടും ഡയറക്ടർക്ക് ആദ്യമേ ഒരു ക്ലാപ്പ് കൊടുക്കേണ്ടതും ആ കാസ്റ്റിംഗ് സെലക്ഷന് തന്നെയാണ്. നിങ്ങൾക്ക് കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് സുപരിചിതരായിട്ടുള്ള കുറച്ച് താരങ്ങൾ മാത്രമേ കാണുകയുള്ളൂ. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു വിനയ് ഫോർട്ട് കാണും, അതുപോലെ തന്നെ ദിവ്യപ്രഭ കാണും, അല്ലെങ്കിൽ മാത്യു തോമസ് കാണും. അങ്ങനെ കുറച്ച് താരങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നത് കാണും. പക്ഷേ ഏറിയതും നിങ്ങൾക്ക് വലിയ സുപരിചിതമല്ലാത്ത ആർട്ടിസ്റ്റുകളൊക്കെ തന്നെയായിരിക്കും, അല്ലെങ്കിൽ പുതുമുഖങ്ങളൊക്കെ തന്നെയായിരിക്കും. പക്ഷേ ഇവരുടെ പ്രകടനങ്ങൾ കാണുമ്പോഴത്തേക്കും ഇവർ പുതുമുഖങ്ങളാണെന്ന് നമുക്ക് തോന്നത്തേയില്ല. അത്രയും പ്രൊഫഷണലായിട്ടുള്ള പെർഫോമൻസ് ആണ് എല്ലാ താരങ്ങളും കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ റിയലിസ്റ്റിക് ആയിട്ട് തോന്നും. ഇതൊരു സിനിമ എന്നതിലുപരിയായിട്ട് എന്തോ പച്ചയായ ജീവിതങ്ങളാണ് കാണുന്നതെന്നുള്ള ഒരു ഫീല് സൃഷ്ടിക്കാൻ വേണ്ടി ഈ പ്രകടനങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അതിന് തന്നെയാണ് ആദ്യമേ ഒരു ക്ലാപ്പും കൊടുക്കേണ്ടത്. കൂടാതെ ചിത്രത്തിൻ്റെ ഒരു കഥാപരിസരമൊക്കെ എടുക്കുകയാണെങ്കിൽ, അതായത് ഒരു പ്രത്യക്ഷത്തിൽ കാഴ്ചകളൊക്കെ കാണിച്ച് ഇംപ്രസ് ചെയ്യിക്കുന്ന ഒരു സ്റ്റോറി ആയിരുന്നില്ല ഇത്. മറിച്ച് ഇതിനുള്ളിൽ കുറച്ച് ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണുള്ളത്. ഇതിലൂടെ പങ്കുവയ്ക്കുന്നത് ഒരു മനുഷ്യനെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ പുറമേയുള്ള ആ ഒരു കാര്യങ്ങൾ, അല്ലെങ്കിൽ പുറത്തുനിന്ന് നോക്കിക്കഴിയുമ്പോഴത്തേക്കും ഒരു മനുഷ്യൻ ഇങ്ങനെയാണ്, പക്ഷെ അവൻ്റെ ഉള്ളിൽ പല നിഗൂഢതകളും, അല്ലെങ്കിൽ അവൻ്റെ സ്വഭാവത്തിലൊക്കെ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ കാണും. ആ ഒരു കാര്യത്തെയാണ് കഥയിലൂടെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഡിഫറെൻറ്റ് അറ്റംപ്റ്റ് എന്ന് തന്നെ പറയാനും സാധിക്കും. കൂടുതൽ ടെക്നിക്കലി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സിനിമാറ്റോഗ്രഫി കാഴ്ചയൊക്കെ എടുത്തു പറയാൻ സാധിക്കും. കാരണം ഒരുപാട് മൂവ്മെൻറ്റ്സ് ഉള്ള ഫ്രെയിംസ് ഒന്നും അല്ല, എല്ലാ സ്റ്റഡി ക്യാം ഷോട്ട്സും കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾക്കറിയാലോ, ഒരു റിയലിസ്റ്റിക് സിനിമയാണ്. അതിനോട് നീതി പുലർത്തുന്ന രീതിയിലുള്ള ക്യാമറ കാഴ്ചകളൊക്കെ തന്നെയായിരുന്നു. അതിലും എടുത്തു പറയേണ്ടത് സിനിമയുടെ കഥാപരിസരം എന്നുള്ളത് ഇടുക്കിയാണ്. ഇടുക്കിയുടെ ആ ഒരു ദൃശ്യഭംഗിയും കാര്യങ്ങളൊക്കെ തന്നെ തീർച്ചയായിട്ടും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടി സിനിമാറ്റോഗ്രാഫർക്ക് സാധിക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് മികച്ച വിഷ്വൽസും മികച്ച അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സിനിമയിലൂടെ വിഷ്വലി കിട്ടുന്നതായിരിക്കും. അങ്ങനെ ഈ ഒരു സിനിമയെ മൊത്തത്തിൽ നോക്കിക്കാണുമ്പോഴത്തേക്കും ഈ സിനിമ വലിയ സംഭവമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബേസിക്കലി ഈ ഒരു സിനിമ ഒരു അവാർഡ് ഫിലിമാണ്. ഒരുപാട് അവാർഡ് വേദികളിലൊക്കെ തന്നെ ഒരുപാട് പ്രേക്ഷക പ്രശംസയൊക്കെ കിട്ടിയ സിനിമയാണ്. എങ്കിലും എനിക്ക് പറയാനുള്ളത്, ഈ സിനിമയുടെ കഥ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിലൂടെ ഇവർ ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യം എന്നുള്ളത് സോണി എന്ന് പറയുന്ന ഒരു കഥാപാത്രം, ആ കഥാപാത്രത്തിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഉള്ളിലൊന്ന് പുറത്തൊന്ന് എന്നുള്ള രീതിയിലാണ് ഈ ഒരു സിനിമയിലൂടെ കഥ അവതരിപ്പിക്കുന്നത്. എന്നാൽ ആ ഒരു കാര്യത്തിനപ്പുറത്തേക്ക് ഈ ഒരു സിനിമയിലൂടെ വലിയ സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു. 2 മണിക്കൂർ ദൈർഘ്യമുണ്ട്. സോ ജനറൽ ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കാര്യം വളരെ മുഷിപ്പായിട്ട് തന്നെ തോന്നും. അതേസമയം നിങ്ങൾ കുറച്ച് അനലൈസ് ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ സിനിമ കണ്ടു തീർത്തതിന് ശേഷം ഓരോ കാഴ്ചകളും ഇങ്ങനെ നിങ്ങൾ അനലൈസ് ചെയ്തോ ഇതല്ലേ സംഭവം എന്നൊക്കെ നിങ്ങളിങ്ങനെ ക്രിട്ടിക്സ്, ഒരു മനോഭാവം ഉണ്ടല്ലോ, ആ ഒരു മനോഭാവത്തോടു കൂടി കാണുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടേക്കും ഈ ഒരു സിനിമ. ഓക്കെ, മറിച്ച് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു മികച്ച കഥ വേണം. അത് സ്റ്റാർട്ട് ടു എൻഡ് ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്ന, അല്ലെങ്കിൽ എന്തെങ്കിലും വളരെ എൻ്റർടൈനിങ് ആയിട്ടുള്ള കഥയൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് തീർത്തും നിരാശ സമ്മാനിക്കാൻ ചാൻസ് ഉള്ള ഒരു സിനിമയാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു ഡിഫറെൻറ്റ് അറ്റംപ്റ്റ് ഒക്കെ തന്നെയാണ്, പക്ഷേ എല്ലാത്തരം ഓഡിയൻസിനെയും സാറ്റിസ്ഫൈ ചെയ്യിക്കില്ല എന്നുള്ളത് തന്നെയാണ് വസ്തുത എന്നുള്ളത്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് പ്രശംസ, അത് ക്രിട്ടിക്സിൻ്റെ ഒക്കെ ഇടയിൽ പ്രേക്ഷക പ്രശംസയൊക്കെ നേടിയ സിനിമയാണ്. സോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഓക്കെ ഫീല്. കാരണം നമുക്ക് ഒരു റിവ്യൂ ചെയ്യുമ്പോൾ എല്ലാത്തരം ഓഡിയൻസിനെയും പരിഗണിക്കണം. നമുക്ക് ഏറ്റവും കൂടുതൽ ജനറൽ ഓഡിയൻസ് ആണുള്ളത്. അപ്പം അവരിലേക്കാണ് കൂടുതലായിട്ട് നമ്മുടെ റിവ്യൂ എത്തുകയും ചെയ്യുന്നത്. അപ്പം അവരോടാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, എന്തായാലും അതാണ് പറയാനുള്ളത്. സിനിമയ്ക്ക് ഒരു 6 out of 10 ആണ് നൽകുന്നത്, 10-6. എന്തായാലും നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം. ബൈ.